ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ മുട്ടക്കറിയാണ്. നമ്മൾ സാധാരണ മുട്ടക്കറി ആയാലും മുട്ട റോസ്റ്റ് ആയാലും ഉണ്ടാക്കുന്നത് സവാളയോ ചെറിയുള്ളിയോ ഒക്കെ ചേർത്താണ്. പക്ഷേ ഇവിടെ ഞാൻ സവാളയും ചെറിയുള്ളിയും ഒന്നുമില്ലാതെ തന്നെ അതേ ടേസ്റ്റിൽ തന്നെയാണ് മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ കടായി ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചേർത്ത് നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ ആ മുട്ടക്കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി വെളിച്ചെണ്ണ അല്ലെന്നുണ്ടെങ്കിൽ ഏതെണ്ണയായാലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാണ്ട് നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേ അതിലേക്ക് ഒരു 7-8 അല്ലി വെളുത്തുള്ളി വട്ടത്തിൽ കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ 2-3 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളകും പച്ചമുളകും ഒക്കെ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ചെറുതായിട്ട് കളറൊന്ന് മാറി വന്നപ്പോഴേ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതുകൂടി ചേർത്ത് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. നമ്മൾ സാധാരണ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ ഈ സമയം ഇതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ സവാളയോ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് വഴറ്റിയെടുക്കാറാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മളിവിടെ ചെയ്യുന്നത് കണ്ടില്ലേ, ഞാനിവിടെ ഒരു കാബേജ് എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇത് ഞാൻ 2ആയിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഇത് ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ദാണ്ട് ഇതേ രീതിയിൽ നമ്മൾ സവാളയൊക്കെ കട്ട് ചെയ്യുന്നത് പോലെ തന്നെ കനം കുറച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ നീളത്തിലാണ് കട്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾ സാധാരണ നമ്മൾ സവാളയൊക്കെ അരിയുന്നത് പോലെ കുറുകെ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ രീതിയിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പം കനം കുറച്ച് നീളത്തിൽ ഇതേ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ദാണ്ട് ഇതേ രീതിയിൽ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കാബേജ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ദാണ്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന കാബേജ് മുഴുവൻ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഒരേ രീതിയിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കാബേജ് മുഴുവനും കുറേശ്ശെയായിട്ട് ഈ കടായിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മുഴുവൻ കാബേജും ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് പെട്ടെന്നൊന്ന് വഴണ്ടി വരുന്നതിന് വേണ്ടി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് നമ്മുടെ ഈ കാബേജ് എല്ലാ സൈഡിലും നമ്മുടെ ആ ഉപ്പൊക്കെ പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്തിട്ട് നമുക്ക് 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് തുറന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കാബേജൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വഴറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആ കാബേജൊക്കെ അരിഞ്ഞു വെക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഉപ്പിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. അപ്പോൾ അതിൽ നിന്നും വെള്ളമൊക്കെ ഇറങ്ങി വരും. അതിനുശേഷം നമ്മൾ ആ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. അങ്ങനെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഈ കാബേജ് നല്ലതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ സമയം ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ സമയം കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ മുട്ടക്കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. കാരണം നമ്മൾ എണ്ണയിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ആ കറിവേപ്പില അങ്ങ് ഫ്രൈ ആയി പോകും. പക്ഷെ നമ്മൾ ഈ വഴറ്റിയെടുക്കുന്ന സമയത്ത് ആ കറിവേപ്പില ചേർത്ത് കൊടുക്കാമെങ്കിൽ ആ കറിവേപ്പിലയുടെയൊക്കെ ഒരു മണം നമ്മുടെ ആ കറിക്ക് എപ്പോഴും ഇങ്ങനെ നിലനിൽക്കും. അപ്പോൾ ആ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ സവാള ചേർക്കുന്നത് പോലെ തന്നെയാണ്, ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല. നല്ലതുപോലെ തന്നെ വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് ഈ സമയം ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറാണ്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മുടെ ഈ പൊടികളുടെ പച്ചമണം മാറുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്തെടുക്കുക. 1-2 മിനിറ്റ് ഒന്നുകൂടി ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കാബേജ് ഒന്നുകൂടി നമുക്ക് വഴണ്ട് ഈ മസാലയൊക്കെ കാബേജിൽ പിടിച്ച് നല്ല രീതിയിൽ തന്നെ കിട്ടും.
ഇപ്പം നമ്മുടെ വീട്ടിൽ സവാളയോ ചെറിയുള്ളിയോ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ സവാള കുറവാണെന്നുണ്ടെങ്കിലും 1-2 സവാള ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ ക്യാബേജും കൂടെ ചേർത്ത് അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. സവാളയ്ക്കൊക്കെ വില കൂടുന്ന സമയത്ത് നമുക്ക് ഈ രീതിയിലൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ 1 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി ചേർത്ത് ഒന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. ഞാൻ മീഡിയം സൈസിലുള്ള 2 തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് പെട്ടെന്നൊന്ന് വഴണ്ടി വരുന്നതിന് വേണ്ടി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ട് 1 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ ഇനി ഇത് പെട്ടെന്നൊന്ന് കുക്കായിട്ട് വരാൻ വേണ്ടി ഞാൻ 1 ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് 1 മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇപ്പോൾ ദാണ്ട് 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് തുറന്നിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ തുറന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി ചേർത്ത് ഈ തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ എത്രത്തോളം ഇതൊന്ന് വഴറ്റിയെടുക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കിട്ടും നമ്മുടെ ഈ മുട്ടക്കറിക്ക്. ഇപ്പോൾ ദാണ്ട് ഈ ഒരു രീതിയിലൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിത് ഒരുപാട് ലൂസായിട്ടല്ല എടുക്കുന്നത്, കുറച്ച് തിക്കായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഞാനിത് ആ മുട്ട റോസ്റ്റിൻ്റെ ഒരു രീതിയിലാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതാ കണ്ടില്ലേ, നമ്മുടെ ആ സവാള വഴണ്ടി വരുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ക്യാബേജ് ആണെന്നൊന്നും പറയുകയില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനൊരു 6 മുട്ട ഇവിടെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതാണ്. ഈ പെരുംജീരകം പൊടിച്ചത് നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ മുട്ടക്കറിക്ക്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. മുട്ടയൊന്നും പൊട്ടിപ്പോകാതെ നല്ല രീതിയിൽ തന്നെ മസാല പിടിക്കുന്ന രീതിയിൽ, മുട്ടയിൽ നന്നായിട്ട് മസാല പിടിക്കുന്ന രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 1 മിനിറ്റ് കൂടി നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. അപ്പം മുട്ടയിലൊക്കെ നല്ല രീതിയിൽ തന്നെ മസാല പിടിച്ച് കിട്ടും. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനതൊന്ന് തുറന്നിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ച് വന്നിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ സവാള ഉപയോഗിച്ച് തന്നെ മുട്ടക്കറി വെക്കുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല ടേസ്റ്റ് വേണം. ഇനി ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. സവാള ഇല്ലെന്നുണ്ടെങ്കിലും ഇതേ രീതിയിൽ തന്നെ നമുക്ക് മുട്ടക്കറി വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.